കൂട്ടുകാർക്ക് ഈസysnacks സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വൈകുന്നേരം നല്ല ഇടിയും മഴയൊക്കെ ഉള്ള സമയമുള്ള. അപ്പോൾ ഈ ഇടിയും മഴയുള്ള സമയത്ത് കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കഞ്ഞിയുടെ ഒപ്പം കുറച്ച് ഇടിയിറച്ചി ആയാലും. അപ്പോൾ ഞാനിന്ന് വന്നേക്കണം നല്ല അടിപൊളി ഇടിയിറച്ചി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇടിയിറച്ചി ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഈ എപ്പിസോഡ് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇപ്പോൾ തന്നെ കുറച്ച് പോത്തിറച്ചി മേടിച്ച് ഇടിയിറച്ചി ഉണ്ടാക്കുക. എന്നിട്ട് മഴയൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഇടിയിറച്ചിയൊക്കെ ഉണ്ടാക്കി കഞ്ഞിയുടെ ഒപ്പം ഒന്ന് കുടിച്ച് നോക്കട്ടെ. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറന്ന് പോകരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈസysnacks കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് സൂപ്പറായിട്ട് ഇടിയിറച്ചി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. നമ്മളപ്പോൾ ഇന്ന് ഇടിയിറച്ചി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഉണക്കിറച്ചി ചതച്ച് വറുത്തതെന്ന് പറയും ചില സ്ഥലത്ത് ഇടിയിറച്ചി എന്ന് പറയും. അപ്പോൾ ഇടിയിറച്ചി ഉണ്ടാക്കാനായിട്ട് അമ്മ ഇവിടെ ഉണക്കി വെച്ചേക്കണ ഇറച്ചി എടുത്ത് വെള്ളത്തിൽ സോക്ക് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ അടുത്ത് ഇത് സോക്കാവണം കേട്ടോ. അപ്പോൾ ഇതാണ് ഉണക്കി വെച്ചേക്കണ ഇറച്ചി കേട്ടോ. നമ്മൾ ബീഫ് കടയിൽ നിന്ന് മേടിച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ ചാപ്സിനൊക്കെ അരിയണ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഇത്. അപ്പോൾ അങ്ങനെ ഉണക്കി വെച്ചേക്കണ ഇറച്ചി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കണതാണ് ഇത് കേട്ടോ. നമുക്കിതിന് ചതച്ചെടുക്കണം. ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് എങ്ങനെ ചെയ്യണം നോക്കാം കേട്ടോ. നമ്മളപ്പോൾ ഇന്ന് ഇത് അമ്മീമ വെച്ചാണ്ട് ചതയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ഒരു പീസ് ബീഫ് ഇങ്ങനെ എടുത്ത് വെക്കാം. എന്നിട്ട് നല്ല കാളയുടെ അല്ലെങ്കിൽ ബഫലോൻ്റെ ഇറച്ചി മേടിച്ചിട്ട്, പോത്തിൻ്റെ ഇറച്ചി മേടിച്ചിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും തിരുമ്മി വെള്ളം വാരാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം വെള്ളം എല്ലാം വാർന്ന് പോയി അതിൻ്റെ ചോരവെള്ളമൊക്കെ പോയതിന് ശേഷം വെയിലത്ത് ടർപ്പായി എന്തെങ്കിലും വിരിച്ചിട്ട് അതിലിട്ട് ഉണക്കിയെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 5-8 ദിവസത്തെ ഉണക്കുണ്ട്. നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട് വരും. നമുക്കപ്പോൾ ഇനി ഇടികല്ല് ഇങ്ങനെ അമ്മിക്കല്ല് അല്ലെങ്കിൽ ഒലക്ക ഇതൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2-3 കഷ്ണം ഉണക്കിറച്ചി കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടണിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാ നമ്മുടെ ഇറച്ചി അപ്പോൾ മിക്സിയിലും ചതച്ചെടുക്കാം. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നാര് പോലെ ആവും. പിന്നെ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പം അമ്മിക്കല്ലും ഇതൊന്നും ഇല്ലാത്തൊരു മിക്സിയിലിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മളിത് അമ്മിയിൽ ചതച്ചെടുത്താൽ നമ്മുടെ ഇടിയിറച്ചിയുണ്ട്. അപ്പോൾ നമുക്കിതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അപ്പോൾ നിങ്ങൾ സാധാ, ഞാനിപ്പോൾ കത്രിക വെച്ചിട്ട് എളുപ്പപ്പണിയിൽ കത്രിക വെച്ചിട്ട് മുറിക്കാണ്ട്. അപ്പോൾ സാധാ നിങ്ങൾ ബീഫിനൊക്കെ മുറിക്കുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കത്രികയും കൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ കത്രിക വെച്ച് മുറിക്കുമ്പോൾ തന്നെ വേഗം തന്നെ മുറിഞ്ഞ് പോരും. മിക്സിയിൽ ഇട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ മുറിക്കണ്ട, പക്ഷേ അമ്മയും വെച്ച് ചതച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മുറിക്കണം. ചിലർക്ക് മിക്സിയിലിട്ട് അടിക്കണതാണ് ഇഷ്ടം, ചിലർക്ക് അമ്മയും വെച്ച് ചതക്കണം ഇഷ്ടം. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ബീഫ് ഫുള്ള് മുറിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് ഫുള്ളൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ഞാനപ്പോൾ മുറിച്ചെടുക്കട്ടെ. ഫുള്ളൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ അമ്മിയിൽ ചതച്ചെടുത്ത് ഇറച്ചിയെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കത്രയും കൊണ്ട് വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം. ഞാനപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചേക്കണത്.
ഇതായിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, ഒരു കുടം വെളുത്തുള്ളി, ഒരു 10-20 ചെറിയുള്ളി. ചെറിയുള്ളി കുറച്ച് വലുതെടുത്തത്. ചെറിയുള്ളി ആണെങ്കിൽ ഒരു 10-40 എടുക്കണം, വലുതാണെങ്കിൽ ഒരു 10-20 എടുത്താൽ മതി. ഇതെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ അമ്മിയില വെച്ച് ചതയ്ക്കാം. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം, നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ചതച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മൾ ചതച്ചെടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ചേർക്കണം. ഇതിന് അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇറച്ചി നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അമ്മച്ചിയുടെ ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവുന്നു. അമ്മിച്ചാപ്പിയുടെ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാവണം കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. തീ കുറച്ചൊന്നും വെക്കണ്ട കേട്ടോ. നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്താൽ മതി കേട്ടോ. കാരണം അധികം വേവ് ഉണ്ടാവില്ല നമ്മൾ ഇറച്ചിക്ക്. അപ്പോൾ ഈ പുറം നാട്ടിലൊക്കെ താമസിക്കണവർ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഇറച്ചി ഇങ്ങനെ മേടിച്ച് ബീഫ് ഇങ്ങനെ മേടിച്ച് ഉണക്കി നിങ്ങൾ കവറിലാക്കി കൊണ്ടുപോയി അവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇതേപോലെ കുതിർത്തി മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇടിയിറച്ചി ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. ഈ ഇടിയിറച്ചി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. നന്നായിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് നമ്മുടെ ഇറച്ചിയൊക്കെ മുരിഞ്ഞ് നല്ല ഒരു കൺസിസ്റ്റൻസിയിലും ടേസ്റ്റിലും നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇറച്ചി പകുതി നമുക്ക് കരിഞ്ഞു പോകും അടിക്കി പിടിച്ചിട്ട് കേട്ടോ. നമ്മുടെ ഇടിയിറച്ചി ഇപ്പോൾ ചേർത്തോട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വരണം. ഇടിയിറച്ചി ഓൾറെഡി നമ്മൾ ഉണക്കി വെച്ച് പിന്നെ അതിനുശേഷം ചതച്ചെടുത്തതുകൊണ്ട് ഇതിനധികം വേവ് ഉണ്ടാവില്ല, വേഗം തന്നെ ഇത് ഫ്രൈ ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇടിയിറച്ചി ഇപ്പോൾ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. അതിനകത്തോടാണ് നമ്മൾ നമ്മുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തത് കേട്ടോ. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വരണം. ചുമന്നുള്ളിയുടെ കാര്യത്തിൽ നിങ്ങൾ ഏകദേശം ഒരു 20 ഉള്ളിയെങ്കിലും എടുക്കണം കേട്ടോ. എന്നാലാണ് നന്നായിട്ട് ഉള്ളിയും ഇറച്ചിയും ഒപ്പം നിന്നിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചുമന്നുള്ളി കുറവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏകദേശം 20 ഉള്ളിയെങ്കിലും വേണം ഇത്ര ഇറച്ചി ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഒരു 100 ഗ്രാം ഉണക്കിറച്ചിയാണ് അമ്മ എടുത്തത്. അങ്ങനത്തോട്ട് അമ്മ 100 ഗ്രാം തന്നെ ചുമന്നുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മുടെ കറിവേപ്പില ചേർക്കാം കേട്ടോ. 2 തണ്ട് കറിവേപ്പില. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഇടിയിറച്ചി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഇത് ഉണക്കി വെച്ചത്. അപ്പോൾ നമ്മുടെ ഇറച്ചിയിൽ ഓൾറെഡി നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഒത്തിരി ഉപ്പ് കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മുടെ ഉണക്കമീനൊക്കെ വറുക്കുന്നത് പോലെ തന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇവ നമ്മൾ ഇടിയിറച്ചി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൊട്ടണ ഒരു ഒച്ച പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തോട്ട് അമ്മ അതിന് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വറന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇങ്ങനെ പൊട്ടണ ഒരു ഒച്ച പോലെ വരും. ആ സമയത്ത് നിങ്ങൾക്ക് അതിനകത്തോട്ട് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ അമ്മച്ചിയുടെ അതിന് തന്നെ ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയാണ്, ചതച്ച പിരിയമുളക് പൊടിയില്ലേ, ആ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കത്തില്ല. ഇത് ഇവിടെ അമ്മയും വെച്ച് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നത്. ഇത് അമ്മിച്ച് ഇവിടെ ഉരലിലിട്ട് ചതച്ചതാണ്. അപ്പോൾ നിങ്ങൾ ചില്ലി ഫ്ലേക്സിൻ്റെ പൊടി അല്ലെങ്കിൽ സാധാ മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ അമ്മിച്ചിയുടെ 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് ഈ ഇറച്ചിയിലോട്ട് പിടിച്ച് നല്ല മൊരുമൊര ആക്കി എടുക്കണം. നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ. ക്രിസ്പി ആക്കുന്നത് ഇഷ്ടമല്ലാത്തവർ ക്രിസ്പി ആക്കണമെന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ പേഴ്സണലി നന്നായിട്ട് ക്രിസ്പി ആക്കുന്നത് ഇഷ്ടം.
നല്ല ക്രിസ്പിയാക്കി ഈ ഇറച്ചിനെ എടുക്കണം. ഈ സമയത്തിന് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തോട്ടെ. വേണമെങ്കിൽ ഇത്രയും ടൈം നമ്മൾ നോർമൽ ഫ്ലെയിമിലിട്ട് വെച്ചത്, ഈ സമയത്ത് തീ കുറച്ച് വെക്കുവാണ് കേട്ടോ. ചെറിയ തീയിൽ കിടന്ന് അതുകൊണ്ട് ആ എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഇടിയിറച്ചി റെഡി ആവാൻ വേണ്ടി. നമ്മുടെ ഇടിയിറച്ചി ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പൊട്ടണ ഒച്ചയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് പൊട്ടി തുടങ്ങിയിട്ട് നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചൂടായിട്ടുള്ള ഇടിയിറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറന്നു പോകരുത്. നമുക്കപ്പോൾ ഇതേപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെയും സ്റ്റേ ഹെൽത്തി. ബൈ.